നീ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? നീ ഇത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സംശയം. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എങ്ങനെ? ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരാൻ പറയാം. എന്തിന്? ഞാൻ വിളിച്ച അവള് വരുമെന്ന് അറിയണമല്ലോ. എത്ര മണിക്ക് ഇറങ്ങി വരാനാ പറഞ്ഞ? 11 മണിക്ക്. കൂട്ടുകാരാ, 11 മണിക്ക് ഇനി 11 മിനിറ്റ് പോലും ഇല്ല. ഏതായാലും കഷ്ടപ്പെട്ട് മതിലാടി വന്നല്ലേ, ഒരു 11 സെക്കൻഡ് കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. അവൾ ഇറങ്ങി വരും. അവള് വരുന്നുണ്ട്. ഇതെന്താ പെട്ടിയും പെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്? ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഒളിച്ചോടെ ആഭരണം ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോ അതും അടിച്ചോണ്ട് പോയെന്ന് വേണ്ടല്ലോ. ഒരു ജോഡി ഡ്രസ്സേ എടുത്തുള്ളൂ, അത് പോരെ? അത് മതി. പക്ഷെ നമുക്ക് ഇപ്പൊ ഒളിച്ചോടണ്ട. പിന്നെ രാത്രി ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട്? അത് വിളിച്ചാ വരുമെന്ന് അറിയാനായിരുന്നു. ഇപ്പൊ വിശ്വാസായി. സത്യമായിട്ടും ഞാൻ വിളിക്കും ഒരിക്കൽ. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കിപ്പം ഭയങ്കര ധൈര്യമായി. പോയിക്കോളൂ. തിരിച്ചു പോകാൻ ഇപ്പൊ പേടി. അച്ഛനെങ്ങാനും കണ്ടല്ലോ? കണ്ടാൽ സ്വപ്നാടനായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. സ്വപ്നാടനോ? ഉറക്കത്തിലെ സ്വബോധം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തരം രോഗം അത്. ധൈര്യമായിട്ട് പോയിക്കോട്ടോ. അതെ, നുള്ളണല്ലേ? ആരൊക്കെ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു സങ്കുചിതനല്ല. വളരെ ഓപ്പൺ ഹാർട്ടാ, വിശാല ഹൃദയൻ. സൈക്കിൾ പിടിക്കുക, നടക്ക്. അപ്പൊ ഓപ്പൺ ഹാർട്ടായ സ്ഥിതിക്ക് ചില സത്യങ്ങൾ പറയാമല്ലോ. പറഞ്ഞോളൂ. അളിയനാണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ. ആയിക്കോട്ടെ. അതെ, വെരി ക്ലോസ്. എന്ത് ചർച്ചയാണ്? അങ്ങനെയുള്ള ചർച്ച കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വല്ല ഗുണം ഉണ്ടാവോ? ഇന്ത്യക്ക് ഗുണമുണ്ടാവില്ല. പിന്നെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ് ഞങ്ങൾ കൂടുതലും സംസാരിക്കാം. അതെ, അസൂയപ്പെടുത്തുന്ന പ്രേമബന്ധമായിരുന്നു ആ കവിതാക്കൾ തമ്മിൽ. ഐ മീൻ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞനന്ദനും തമ്മിൽ. അവരുടെ പ്രേമബന്ധത്തിനിടയിൽ ഒരു പോസ്റ്റ്മാന്റെ സഹായം പോലും ആവശ്യമുണ്ടായിരുന്നില്ല. പ്രേമിച്ചാൽ ചിലപ്പോ കത്തുകൾ പരസ്പരം കൈമാറി എന്നൊക്കെ ഇരിക്കും. അത് സാധാരണയാ. കത്തുകൾ മാത്രമല്ല, പിന്നെ ചിലപ്പോ തൊട്ടും തലോടിയും നോക്കിയിരിക്കും. ഈ ബസ്സിലൊക്കെ പോകുമ്പോ നമ്മൾ അറിയാതെ ചിലരെ തട്ടിമുട്ടിയൊക്കെ പോകാറില്ലേ? അതൊന്നും വലിയ പ്രശ്നമല്ല. കേവലം തട്ടലും മുട്ടലും മാത്രമല്ല, പിന്നെ ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി വിലപ്പെട്ടതെന്നവർ പരസ്പരം കൈമാറിയിട്ടുണ്ട്. സ്വർണമാണോ? അതല്ല, ഹൃദയം. അതിലും മേലെ, ഇനിയും മേലെ. അത് തന്നെ. ക്ഷമിക്കണം, താങ്കൾ ഒരു വിശാല ഹൃദയനായതുകൊണ്ടാണ് വിശാലനല്ലാത്ത ഞാൻ ഇത്രയും വിശദമായി സംസാരിച്ചത്. ഞാൻ അത്രയ്ക്ക് വിശാല ഹൃദയനല്ല. സോറി, ഞാൻ ഡ്യൂട്ടി മറന്നു. കോന്തുണ്ട് നേർക്ക് ഒരു കത്തുണ്ടായിരുന്നു. വിശാല ഹൃദയൻ. ഇതേ ദരിദ്രവാസി പോസ്റ്റ് കാർഡിൽ കത്തയച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം. പിന്നെ ഇത് ചുവന്നുകൊണ്ട് കിടക്കുന്ന എനിക്കാണോ അസുഖം? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് എന്നെ സംശയിച്ചാലോ? ഈ താന് സത്യമായിട്ട് ഞാൻ പറയാ, എന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഴുവൻ സങ്കുചിതന്മാരുള്ള ഈ ലോകത്ത് ഞാൻ മാത്രം അത്ര വിശാല ഹൃദയനായിട്ടൊന്നും കാര്യമില്ല. എന്റെ മനസ്സ് പൗത്രമല്ലേ, അത് മതി എനിക്ക്. എന്താണോ നായരെ ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലേ. ഞങ്ങൾ ഈ ദാമ്പത്യ കാര്യങ്ങൾ അല്പം പേഴ്സണലായിട്ട് സംസാരിക്കുകയായിരുന്നു. ഉണ്ണിക്കുഞ്ഞന്റെ എഴുത്താ. ഓ, എന്നോടൊപ്പുറത്ത് ഒരു പെറ്റതിന് ഗുണവും ഗുരുത്തുള്ളവനും അവൻ മാത്ര. വിവരം തീരെ ഇല്ല. കഴിഞ്ഞ തവണ വന്നപ്പോ എന്റെ പല്ലു അടിച്ചിട്ട് നാക്ക് നന്നല്ലാത്തോണ്ടാവും. നായര് വല്ലതും പറഞ്ഞോ? അല്ല, ഈ പല്ലൊക്കെ അടിച്ചോണ്ട് പോകുന്ന തെറ്റാന്ന് പറയായിരുന്നു. എന്റെ വെപ്പുമല്ലേ സ്വർണത്തിൽ കെട്ടിച്ച് വരണ്ടത്രേ. വരട്ടെ വരട്ടെ, അവന് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ശവപ്പെട്ടി ആയിരിക്കും. നീ കുറെ നേരമായില്ല എനിക്ക് തോന്നുന്നു. വാക്കുകൾ സൂക്ഷിച്ചു വേണം. 32 പല്ലിന്റെ ഇടയിലാ ഒരു നാക്ക്. അമ്മാവന്റെ വായിൽ നാക്ക് മാത്രമല്ലേ ഉള്ളൂ. ആദ്യം നിന്നാണ്ടല്ല ഈ മോന്റെ ഷേപ്പ് മാറിപ്പോ. അരുതാട്ടാ പോത്ത്. പോത്തോ? എവിടെ? എടാ പോ അകത്ത്. ഓ, അങ്ങനെ. അത്താഴം ഉണ്ടാൽ അരക്കാതെ നടക്കണമെന്നാ. അതിന് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ. ഒരാളുണ്ടാ പോരെ? ഈ ആരോഗ്യം ഉണ്ടണോ? അല്ല, അളയിനോട് കുറച്ചു ദിവസം ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കണം. എന്താ? ഈ വടി പോലുള്ള ശരീരത്തിന്റെ രഹസ്യം എന്താ? ഇനി വല്ല കരിങ്കുരങ്ങ രസാനും മറ്റും സേവിച്ചതാണോ?
മൃഗശാലക്കാർക്ക് പോലും വേണ്ടാത്ത മനുഷ്യ കുരങ്ങന്മാരുള്ളപ്പോ പിന്നെ എന്തിനാണ് അളിയാ കരിങ്കുരങ്ങ്? എന്തായാലും ഈ ആരോഗ്യവാനായ അളിയനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താ പറഞ്ഞോളൂ. അയ്യോ, അത് വെളിച്ചത്ത് പറയാൻ പറ്റില്ല. എന്നാ ഇരുട്ടത്തേക്ക് പോവാം. ആ. എന്താ അളിയാ പ്രശ്നം? ഞാൻ ഇടപെടണോ? വേണം. ഞാൻ മരിച്ചാൽ ശവക്കോടിയിൽ നിന്നും കേറിയെടുത്ത മുന്തല ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നനച്ച് തലയിൽ കെട്ടണം. തളരരുത്. വലത് കാൽമുട്ട് ബലിത്തറയോട് അമർത്തി കറുകപ്പുല്ല് മോതിരമായി വലത് വിരലിട്ട് ബലിച്ചോറുരുട്ടി നാക്കിലിൽ വെക്കുമ്പോ പതറരുത്. നനഞ്ഞ കൈപ്പത്തികൾ ഏറെ മുട്ടിയിട്ടും കാക്കകൾ എത്താൻ വൈകുമ്പോ ഇടറരുത്. ഇല്ല ഇല്ല ഇല്ല. എടാ, നമുക്കൊന്ന് തൃശ്ശൂർ പൂരത്തിന് പോയാലോ? ഇപ്പോഴോ? 10 മണിക്കൊരു ബസ് ഉണ്ട്. അതിന് പോയാൽ ഉച്ചയോടുകൂടി അവിടെ എത്തും. ഉഗ്രം വെടിക്കട്ടാടാ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലേ? അതില്ല. ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ വീട്ടിൽ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് പോയാലോ? എന്ത്? അല്ല, ഞാനില്ലെങ്കിൽ എന്റെ പ്രസൻസ് വീട്ടിൽ ഫീൽ ചെയ്യണം. ഞാൻ പോകുന്നു, പ്രേതമായിട്ട് തിരിച്ചു വരും, പ്രതികാരം ചെയ്യാൻ എന്നൊരു കുറിപ്പെഴുതി ആരെങ്കിലും വഴി എന്റെ മൂത്തളിയൻ രാമുണ്ണി മാഷിന്റെ കയ്യിലങ്ങോട്ട് എത്തിച്ചാലോ? അത് വേണോടാ? വേണം. 10 മണിക്കാണ് എനിക്ക് കുറിപ്പ് കിട്ടിയത്. അപ്പോ ചത്ത് നരകത്തിലെത്താനുള്ള സമയമായി. ഇവിടുന്ന് നരകത്തിലേക്ക് എത്ര സമയം എടുക്കും? ഇപ്പോഴൊക്കെ 5 മിനിറ്റ്സ് മതി. ഓഹോ. ബാലകൃഷ്ണൻ വന്ന് വിവരം അറിയിച്ചപ്പോ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ 3 ദിവസത്തെ ലീവ് അങ്ങെടുത്തു. ആ. വല്ല റെയിൽപാളവുമായിരിക്കും അവൻ ചാകാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയല്ലേ? എന്നാ അങ്ങനെ മതിയായിരുന്നു. എങ്ങനെ? എന്തോ ഒരു പുറംവിളി കേട്ടില്ലേ? പുറകിൽ നല്ല വിളി, മുൻവിളിയാ. ഞാനും അത് കേട്ടു. നാരായണ. നാരായണനൊന്നുമല്ല. ആ നാരായണ അല്ല. നാരായണ നാരായണ ആ നാരായണ. നാരായണ. ഒരു നിഴൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ തോന്നുന്നത്. തോന്നലല്ല, വരുന്നുണ്ട്. ആരാണ്? ചോദിച്ചു കേട്ടില്ലേ? ഞാനാ. അത് അവൻ തന്നെയാണോ പോലീസ്? എവൻ? കുഞ്ഞനന്തേ. രൂപങ്ങൾ അച്ഛനും മോനും ഒരുമിച്ച് വന്നിരിക്കുക, പ്രേതമായിട്ട് പ്രതികാരം ചെയ്യാൻ. ഞാനൊരു പാവം പോസ്റ്റ്മാനാണ്. പ്രിയപ്പെട്ട അമ്മാവ, മദ്യപിച്ചാൽ ചീത്ത പറയാറുണ്ട്, പക്ഷെ ഒന്നും മനസ്സറിഞ്ഞല്ല. എന്നെ ഉപദ്രവിക്കരുത്. എനിക്കറിയാം കുഞ്ഞനെന്തിന് എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞാണ്. ചന്ദ്രത്തെ അനന്തമാവ, അതൊന്നും വിശ്വസിക്കരുത്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അരവിന്ദാക്ഷൻ എന്ന റെയിൽവേ പോലീസാ ചോദിക്കുന്നത്. നന്നായിട്ടുണ്ട്. അരവിന്ദാക്ഷൻ പോലീസാ? അല്ല, തന്നെ തന്നെയാ തിരക്കി വരുന്നത്. ശരിയാ. ആദ്യ പ്രതികാരം എന്നോട് തന്നെയാവും. ഞാൻ റെയിൽവേ ട്രാക്കിൽ കാവലില്ലാന്ന് അറിഞ്ഞപ്പോ ഇങ്ങോട്ട് തേടി വരുന്നതായിരിക്കും. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ റെയിൽവേ പോലീസ്. ഒരു കുരിശ് കയ്യിലുണ്ടെങ്കിൽ കാണിക്കായിരുന്നു. കുരിശ് കാണിക്കുക? ഇതെന്താ ക്രിസ്ത്യൻ പ്രേതമാണോ? ഹിന്ദു പ്രേതമല്ലേ? വല്ല മന്ത്രവും വശമുണ്ടോ? പക്ഷേ ഒരു മന്ത്രവശമുണ്ട്. ഏതാ? ഓട്ടം. താങ്ക് യു. പോലീസ്, റെയിൽവേ പോലീസ്, അവിടെ തന്നെ. ഇവരെന്തിനാ ഓടുന്നേ? ഒന്ന് നിന്നേ, ഞാനിതേ വരുന്നു. അരവിന്ദ പോലീസേ, രാമുണ്ണി മാഷേ, ഒന്ന് നിന്നേ, ഇത് ഞാനാ. ഓടരുത്, ഞാൻ പിടിക്കും. മാഷേ, ഒന്ന് നിന്നേ. മാഷേ, ഓടരുത്. ഓടിക്കളി കളിക്കരുത് രാത്രി. നീയായിരുന്നോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നിങ്ങൾ പേടിച്ചതല്ലേ ഉള്ളൂ, ഞാൻ മൂത്രം ഒഴിച്ച്. മാഷേ, ഈ പ്രേതത്തെ അറസ്റ്റ് ചെയ്യട്ടാ? അറസ്റ്റ് ചെയ്യാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അല്ലല്ലോ മൂത്രം ഒഴിച്ചത്, എന്റെ സ്വന്തം മുന്നിലല്ലേ. നോക്കിക്കേ, നാട്ടുകേസാ, വിട്ടത്. അറസ്റ്റ് ചെയ്യണ്ട. ട്രാക്കിലെ കണ്ടുവരുന്നു. എന്റെ മൂത്രം ഒഴിപ്പിച്ചതും പോലെ ഇപ്പൊ ഇതായി. അളിയാ, പോസ്റ്റ് പാലളിയാ, കുഞ്ഞളിയാ,
ഉറങ്ങ പേടിച്ചോ? ഞാൻ വെറുതെ പ്രതികാരം ചെയ്യാൻ വന്നതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ. സമയമില്ല, ഇനി ഒത്തിരി പേരെ കാണാനുള്ളതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ. കളിക്കുക. പ്രേതത്തെ മെനക്കെടുത്താതെ മര്യാദക്ക് കഴുത്ത് നീട്ടാ പട്ടി. താ. ഞെക്കട്ടെ. ഞെക്കട്ടെ. എന്താ എന്താ ഈ നട്ടപ്പാടൊക്കെ കിടന്ന അലങ്ങ്? എന്ത് പറ്റി? എന്ത് പറ്റിയടോ? പ്രേതമായിട്ട് വന്നിരുന്നു. താൻ കണ്ടോ? കണ്ടു. ദേ ഇവിടെ നിൽക്കായിരുന്നു. മണി 12:30. പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം. തന്നെ ഉപദ്രവിച്ചോ? കഴുത്തിപ്പിടിക്കാൻ നോക്കി, ഞാൻ സമ്മതിക്കില്ല. പണ്ടേ നിന്റെ കഴുത്തിനോട് തന്നെയാ അവന്റെ ദേഷ്യം. എന്താ പ്രശ്നം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്താ ബഹളം? ആർക്കെന്താ പറ്റിയേ? ആർക്കൊന്നും പറ്റിയില്ല. ബാലകൃഷ്ണന്റെ ബാലൻസ് ഒന്ന് തെറ്റിയതാ. പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്നോടാണോ നിന്റെ കളി? അമ്മായി മറ്റുള്ള മാറി. നിന്നെ മാഷേ, മാഷേ അവിടെ നിന്നെ. മാഷേ, മാഷേ, മാഷേ എന്താന്ന് പറ. മാഷേ കത്തി 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 താഴെയായി. പത്തിരുമ്പം കുരിശും പ്രേതത്തിന് പേടിയാ. ഇനി ഇങ്ങോട്ട് അടുക്കൂല. എല്ലാവരും ധൈര്യമായി പോയി കൂർക്കം വലിച്ച് കിടന്നിറങ്ങിക്കോളൂ. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും. മാഷേ, കുഞ്ഞനെന്നെ വല്ല വിവരവും കിട്ടിയോ? ചത്തു. എപ്പോ? ഇന്നലെ രാത്രി 12:30 മണിക്ക്. അപ്പൊ തന്നെ ശവം പ്രേതമായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു. ബാലകൃഷ്ണൻ ആദ്യം കണ്ടത്. അപ്പൊ ബാലകൃഷ്ണൻ ചത്തോ? ഇല്ലില്ല, കാലത്ത് സൈക്കിൾ എടുത്ത് ഇവിടുന്ന് പോയതാ. എവിടെയാ പോയത് ഒരു പിടിയില്ല. 12:30 ചത്തല്ലേ? ആ, അപ്പൊ മലബാർ എക്സ്പ്രസിനായിരിക്കും തല വെച്ചത്. ഇനിയിപ്പോ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. റെയിൽവേ ട്രാക്കിലാകാൻ സാധ്യതയില്ല. ഉറപ്പാണ്. പ്രേതത്തിന് ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു. തലയും കൈയും കാലും എല്ലാം ഉണ്ട്. ആ, ഏതെങ്കിലും ഡെഡ് ബോഡി ഉടനെ എത്തുമല്ലോ, അപ്പൊ അറിയാൻ വിവരം. പോലീസ് Yes. ഒരു വിരോധം എനിക്ക് അവനോടില്ല. എനിക്കും ഇല്ലല്ലോ. അതെ, ഓ, ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വാത്സല്യം കൊണ്ടാണ്. ഓഹോ. അവനെന്റെ മോനെ പോലെയാ. അല്ല മാഷേ, ഈ കുട്ടികളെ ഇന്നെന്തിനാ സ്കൂളിൽ വിടുന്നത്? ഡെഡ് ബോഡി ഉടനെ എത്തൂലേ? പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരുന്ന മെനക്കെടല്ലേ? ബോഡി വരുമ്പോ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മഹാലക്ഷ്മിയും സ്കൂൾ പോകാൻ ഒരുക്കുന്നുണ്ട്. മാഷ് ഇതെന്താ ഈ പറയുന്നത്? ഇന്നിപ്പോ ഇവിടെ ആരും സ്കൂളിൽ പോണ്ട. ബോഡി വരുമ്പോ കരയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ. എന്തേ? മോളെ, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മമ്മി, ശവം എത്തിയ ഉടനെ ദഹിപ്പിക്കണം. അല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോ ശാസ്ത്രം നോക്കിയാ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അയ്യേ, ആ അതാ വരുന്നു. താനിത് എവിടെ പോയിരുന്നോടോ? റീത്തിന് വല്ലതും ഓർഡർ കൊടുക്കാൻ പോയതായിരിക്കും. ഓർഡർ കൊടുത്തോടോ? ഏയ് അതിനൊന്നുമല്ല. വെളുപ്പാൻ കാലത്ത് തന്നെ മന്ത്രവാദിയെ കാണാൻ പോയതാ. അതാ ഇത് സംഘടിപ്പിക്കാൻ. ആ, ഒന്നും കൊണ്ടതില്ല. കെട്ടിയാട്ടെ. ആ, ഓ, ഇപ്പൊ ധൈര്യായി. ഒരു പിശാചും ദേഹത്തെ കടിക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുക്കണോ? നോ, പൊങ്ങച്ചം പറയാന്ന് കരുതരുത്. ഏ, എനിക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് വേണ്ടത് മനോബലമല്ലേ മാഷേ? എടോ, റെയിൽവേ ലോക്കൽ പോലീസേ, ആരെ? ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് അവൻ പറഞ്ഞു അല്ലേ? ആ, ഒന്ന് അങ്ങോട്ടും കെട്ടിക്കൊടുക്കണോ? ആ കൈ ഇങ്ങോട്ട് നീട്ടിയാട്ടെ. നമ്മുടെ ദേഹം നമ്മൾ വേണം സംരക്ഷിക്കാൻ.
നേരത്തെ തന്നെ വേഗം ഭദ്രമാക്കിയില്ലേ ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ അടുത്ത കയ്യിലാവാം ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അരയിലൊരെണ്ണം ശാന്തനിക്ക് ഭയങ്കര നിർബന്ധമില്ല. എനിക്ക് ഇതൊന്നൊരു കഴുത്ത് കെട്ടി കൊടുക്കുക. വേണ്ട വേണ്ട, കഴുത്തിലുമുണ്ട്. പോക്കറ്റിലോട്ടിട്, പോക്കറ്റില്. മനോധൈര്യം കൂടിയാൽ ഇങ്ങനെയാ. ചുരുക്കിയത് ഒരു 3 ഉറക്കെങ്കിലും വേണ്ടി. പോലീസ് എന്താ വിളിച്ചത്? മഹാലക്ഷ്മി, ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ആജ്ഞാപിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? ഉണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നോട് ഇന്ന് ആജ്ഞാപിക്കുന്നു, നീയും കുട്ടികളും ഞാൻ അടക്കം 4 സ്കൂൾ പോകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നൊന്നും ദയവ് എന്നോട് ചോദിക്കണ്ട. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എന്താ കാര്യം എന്ന് പറയൂ. കാര്യം എന്താ വെച്ചാ, എടോ പോലീസേ, യെസ്. ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ. എടോ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കട്ടെ. എന്നാ പറഞ്ഞോളൂ. എന്നാ താൻ പറ. ഏയ്, ഞാൻ സെന്റിമെന്റലായി പോവും. മാഷിനെ പറഞ്ഞോളൂ. നിങ്ങളൊന്ന് പറയുന്നുണ്ടോ? മഹാലക്ഷ്മി, നമ്മുടെ കുഞ്ഞനന്ത് കുഞ്ഞനന്തൻ മരിച്ചു. കൺട്രോൾ, കൺട്രോൾ. ഇവിടെ നോക്ക, ചാവാൻ ഒരുമ്പെട്ടിറങ്ങിയ സ്ഥിതിക്ക് 1 മണിക്കൂർ നേരത്തെ വെച്ചാ നമ്മൾ സത്വഹിക്കരുത് വേണ്ടത്. കരയരുത്, കരയരുത്, കരയരുത്. അകത്തുള്ളവർക്ക് നീ വേണം ധൈര്യം കൊടുക്കാൻ. ആരും പറയിക്കണ്ട. ചെല്ലി അകത്തേക്ക് പോയിക്കോ.